നമ്മൾ 1,79,000 രൂപക്കാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ 79,000 രൂപ കൊടുക്കും. വെറും 79,000 രൂപ. നമ്മൾ ചോദിക്കുന്ന പ്രൈസ് അല്ല, കൊടുക്കുന്ന പ്രൈസ് നമ്മൾ പറയാൻ പോകുന്നത് 1,20,000 രൂപ കൊടുക്കും. 5,20,000 രൂപ നമ്മൾ ചോദിച്ചു. നമ്മൾ ഈ മേളയില് 4,90,000 രൂപയ്ക്ക് വണ്ടി സെല് ചെയ്യാൻ പോകും. വണ്ടി ഇപ്പൊ സോൾഡ് അയക്കുന്ന വണ്ടി ഇപ്പൊ സോൾഡ് ആയിട്ടുള്ളൂ. കസ്റ്റമർ ഇപ്പൊ ഓൺലൈൻ പേയ്മെന്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഡീസൽ നോക്കുന്ന ഏതെങ്കിലും കസ്റ്റമർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2012 ഡീസൽ VDI നമ്മുടെ അടുത്തുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വാഹനം. ഇത് 2019 വാഗണർ ZXi 4,80,000 രൂപക്ക് വണ്ടി എന്ത് ചെയ്യുക, കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ ഫോളോവേഴ്സ് എന്താണ് ഏറ്റവും കൂടുതൽ നല്ല ക്വാളിറ്റി വാഹനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഷോറൂമിലാണ് ഉള്ളത്. നല്ല ക്വാളിറ്റി വാഹനങ്ങൾ കൂടെ ഓഫറും കൊടുക്കുന്ന ഒരു വലിയ യൂസ്ഡ് കാർ മെഗാമേള നടക്കാൻ പോവുകയാണ് കോഴിക്കോട് അല്ലേ? കോഴിക്കോട് ലൊക്കേഷൻ എവിടെ വരുന്നത്? കോഴിക്കോട് തടമ്പടയം മോട്ടോഴ്സ്. ഡേറ്റ് പറഞ്ഞാൽ ഈ മാസം ഡിസംബർ 25, 26, 27 3 ദിവസം ഇവിടുന്ന് വാഹനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് ഉണ്ടാവും. പോരാത്തതിന് എന്തൊക്കെ ഓഫർ കൊടുക്കാൻ പറ്റിയ? നമ്മൾ 100% ഫിനാൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാരുതി അല്ലാത്ത വാഹനങ്ങൾക്ക് നമ്മൾ വാറന്റി കൊടുക്കുന്നുണ്ട്. ലോ കിലോമീറ്റർ വാഹനങ്ങൾ ഉണ്ട്. പിന്നെ നമുക്ക് 5,000 ആക്സൈസ് ഓഫർ കൊടുക്കുന്നുണ്ട്. പിന്നെ മാരുതിന്റെ വാഹനങ്ങൾക്ക് നമ്മൾ 3 ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട്. എണ്ണിയാൽ ഒതുങ്ങാത്ത ഓഫേഴ്സ് ആണ്. വരൽ കഴിഞ്ഞു. ഇനി പറയാൻ നമുക്ക് പറയാനുണ്ട്, പക്ഷേ അതെ, ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ കിടക്കുകയാണ്. ഇവിടെ നമുക്ക് ബഡ്ജറ്റ് എത്ര വരുന്നത്? ബഡ്ജറ്റ് ഒരു 30,000 മുതൽ ഒരു 12 lakhs വരെ വാഹനങ്ങളുണ്ട്. 30,000 രൂപ മുതൽ 12 ലക്ഷം വരെ ഏത് തരം ബഡ്ജറ്റിലോ വാഹനങ്ങൾ ആഗ്രഹിക്കുന്നവർക്കും വരാൻ പറ്റുന്ന ഒരു ഷോറൂമായിട്ട് മാറിക്കഴിഞ്ഞ് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. തീർച്ചയായും 150 സ്റ്റോക്കാണ് നമ്മൾ ഈ മേളയിൽ പ്ലാൻ ചെയ്തത്. ഇപ്പൊ നമ്മൾ ഒരു വാഹനമല്ല, നമ്മളിപ്പോൾ ബൾക്ക് ഒരു 5-6 വാഹനമൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഓഫർ 5, 10, 20 വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പ്രൈസിൽ നമ്മൾ എന്ത് ചെയ്യും, നല്ല ബെസ്റ്റ് പ്രൈസ് ആണ് നമ്മൾ നിങ്ങൾക്ക് കോട്ട് ചെയ്തത്. അതായത് നിങ്ങൾ ബ്രോക്കർമാരെ ഡീലർമാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് സമയം കൂടിയാണ്. കാരണം ഒരുപാട് വാഹനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ പറയുന്ന പ്രൈസിന് വാഹനങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊടുത്തിരുന്ന വിലയിൽ നിന്ന് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ട് സെയിം വണ്ടികൾ പരിപൂർണ്ണ വിശ്വാസമായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. AM മോട്ടോഴ്സിന്റെ ട്രൂ വാല്യൂ ഷോറൂമാണ്. നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത്? കാലിക്കറ്റ് തടമ്പടായം ഷോറൂം AM മോട്ടോഴ്സ്. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം ഈ ഒരു ഹ്യുണ്ടായിയുടെ i10 ഡീറ്റെയിൽസ് നോക്കാം. അതെ, ഇത് 2009 സ്പോർട്സ് മോഡലാണ്. 4 അലോയ് കാര്യങ്ങളൊക്കെ കസ്റ്റമർ എക്സ്പെക്ട് ചെയ്ത വണ്ടിയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. നമ്മൾ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. അതാണ് പേപ്പറൊക്കെ ക്ലിയർ ആവാൻ കാരണം മോഡൽ കുറഞ്ഞ വാഹനങ്ങൾ ഏറ്റവും വലിയ തലവേദനയാണ് ഇപ്പൊ പേപ്പർ മാറ്റിയെന്നുള്ളത്. അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് പുതിയ റിന്യൂവലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ ചോദിക്കുന്ന പ്രൈസ് അല്ല, കൊടുക്കുന്ന പ്രൈസ് നമ്മൾ പറയാൻ പോകുന്നത് 1,20,000 രൂപ കൊടുക്കാം. 1,20,000 രൂപ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റം നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഓഫേഴ്സ് വേറെ ഉണ്ട്. ഒക്കെ കൊടുക്കണം. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് 5,000 രൂപ ആക്സസറീസ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഒട്ടനവധി ഓഫേഴ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാം ചോദിച്ചു മേടിക്കുക. അപ്പൊ നമ്മൾ അടുത്ത ഹ്യുണ്ടായിയുടെ ഐറ്റനിലോട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2011 മോഡല് മാഗ്ന വേരിയന്റ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. പേപ്പേഴ്സ് ഒക്കെ ക്ലിയർ ആണ്. 2026 ലാസ്റ്റിലേക്കാണ് ഇതിന്റെ റിന്യൂവലും ടാക്സും വരാൻ പോകുന്നത്. എല്ലാം വരുന്നത്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ ചോദിക്കുന്ന പ്രൈസ്, നമ്മൾ കൊടുക്കുന്ന പ്രൈസ് പറയാൻ പോകും 1,14,000 രൂപ കൊടുക്കാം. 1,14,000 രൂപക്ക് കൊടുത്ത് ഒഴിവാക്കണം. കാരണം നഷ്ടം വന്നാലും വേണ്ടില്ല, നമുക്ക് കൊടുത്ത് ഒഴിവാക്കണം. ഈ മാസം തന്നെ നമുക്ക് എല്ലാ വാഹനങ്ങളും വിൽക്കണം. വീഡിയോസ് കണ്ടിട്ട് വരുന്നവർക്ക് സ്പെഷ്യൽ ഓഫർ 5,000 രൂപ ആക്സസറീസും കാര്യങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണക്കാരന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമാണ് ഈ പറയുന്ന മാരുതി ഓൾട്ടോ 800. അവരുടെ സ്വപ്നം സാക്ഷാത്കരിച്ചിട്ടുള്ള ഒരു വാഹനം അല്ലേ? അപ്പൊ അവർക്ക് വാങ്ങാൻ പറ്റുന്ന ഏകദേശം ഒരു 10ഓളം ഓൾട്ടോ 800 നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. പല കളറ്, പല ബഡ്ജറ്റ്, പല വേരിയന്റ്. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് നോക്കിയാലോ? ഇതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 2018 വാഹനമാണ് വരുന്നത്. 18 ആൾട്ടോ 800 LXi മോഡൽ. മോഡൽ എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇതിന്റെ കിലോമീറ്റർ ആണ് നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത്. വെറും 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 11,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടില്ല. ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ് ഹിസ്റ്ററിയും കാണാനെല്ലാം പ്രോപ്പറായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വാഹനം. മാത്രമല്ല ലോ കിലോമീറ്റർ ഓടിയ വേറൊരു വാഹനം കൂടി നിലവിൽ നമ്മുടെ അടുത്തുണ്ട്. അതും ആൾട്ടോ നിർത്തുമ്പോഴുള്ള ഫേസിൽ. അതെ, 2020 മോഡൽ. 20 മോഡൽ ആൾട്ടോ 800 VXi ഫുൾ ഓപ്ഷൻ ആണ് വാഹനം വരുന്നത്. കിലോമീറ്റർ പറയുകയാണെങ്കിൽ വെറും 17,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ക്വാളിറ്റി വാഹനങ്ങളാണ്. ഒന്നൊന്നല്ല, നിരവധി ഓൾട്ടോ കാറുകൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ സ്ക്രീനിലുണ്ട്. നമ്മൾ ഓരോ വാഹനങ്ങളിൽ പറയുന്നത് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തോ. അല്ലേ? ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്ന ഹൈ ഡിമാൻഡ് വാഹനങ്ങളാണ് മാരുതിയുടെ ബലേനയും ടാറ്റയുടെ അൾട്രോസും. നമ്മുടെ അടുത്ത് 2 നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കണേ. ബലേന എങ്ങനെ? ബലേന വരുന്നത് 2021 മോഡൽ ഡെൽറ്റ ഓപ്ഷൻ ആണ് വരുന്നത്. കിലോമീറ്റർ 57,000 കിലോമീറ്റർ ഓടിക്കോളൂ. ഓണർഷിപ്പ് എത്ര വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ RCയിൽ വരുന്ന ഹൈ ക്വാളിറ്റി വെഹിക്കിൾ. ഇത് നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റുമോ? 1 ഇയർ വാറന്റി കൊടുക്കാം. എത്ര ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരിലാണ് 1 ഇയർ വാറന്റി കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള മറ്റൊരു വാഹനമാണ് ടാറ്റയുടെ അൾട്രോസ്. 2020 വാഹനം.
20 മോഡല് മിഡിൽ ഓപ്ഷനാണ് വരുന്നത്. മിഡിൽ ഓപ്ഷൻ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വെറും 36,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. പെട്രോൾ മാനുവൽ. 1 വർഷം വരെ നമുക്ക് എന്ത് ചെയ്യാം, അതിന് വാറന്റി കൊടുക്കാം. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പൊ SUV സെഗ്മെന്റ് വാഹനങ്ങൾ നോക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള വാഹനങ്ങൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. 2 കമ്പനികളുടെ. അതെ, ഹ്യുണ്ടായിയുടെ വെന്യൂ, മാരുതിന്റെ ബ്രസ. നമുക്ക് ആദ്യം ഹ്യുണ്ടായി വെന്യൂ ഡീൽസ് നോക്കാം. അതെ, വെന്യൂ 2019 SX സൺറൂഫ് വരുന്ന വാഹനമാണ്. അതായത് ഫുൾ ലോഡ് വണ്ടിയാണ്. സൺറൂഫ്, അലോയിൽ, പുഷ്പെട്ട സ്റ്റാർട്ട്, ക്യാമറ കാര്യങ്ങൾ എല്ലാം വരുന്ന ഫുൾ ലോഡ് വണ്ടി. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ഉള്ള മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. നമുക്ക് ഒരു 1 ഇയർ വാറന്റി കൊടുക്കും. 1 വർഷത്തെ വാറന്റി ഉണ്ട്. പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. അതർ ബ്രാൻഡ് വാഹനമായിട്ട് പോലും അതിന് വാറന്റി കൊടുക്കുന്നുണ്ട്. ഡീസൽ വാഹനമാണ്. ഡീസലാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞ, കാരണം ഡീസൽ വാഹനങ്ങൾക്കാണ് ഇപ്പൊ ഡിമാൻഡ് കൂടുതൽ. അതെ, 1 ലിറ്റർ ടെർബോയിൽ വരുന്ന ഡീസൽ വാഹനമാണ്. അപ്പൊ നമുക്ക് ഇനി അടുത്തത് മാരുതിയുടെ ബ്രസയിലേക്ക് വരിക. മാരുതി ബ്രസ VXi 2020 വാഹനം. 2020. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. 73 കിലോമീറ്റർ വരുന്നത്. പെട്രോൾ മാനുവൽ. അതെ അതെ. ഇത് VXi അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും VXi വരുന്നുണ്ട്. അലോയിലൊക്കെ എക്സ്ട്രാ ചെയ്താ. അലോയിൽ പുഷ്പെട്ട സ്റ്റാർട്ട് എല്ലാം വരുന്നുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്, കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റില്ല. വാറന്റി 1 വർഷം കൊടുക്കാം. 3 ഫ്രീ സർവീസും കൊടുക്കാം. 3 ഫ്രീ സർവീസ് ഓൾ ഇന്ത്യ മാരുതി ഏത് സർവീസ് സെന്ററിൽ പോകാൻ ചെയ്യാം. നമുക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് വാങ്ങാൻ പറ്റുന്ന വാഹനങ്ങളാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ 7,30,000 രൂപയാണ് ചോദിക്കുന്നത്. 7,15,000 രൂപ നമുക്ക് വണ്ടി കൊടുക്കാം. 15,000 രൂപ ഡിസ്കൗണ്ട്. പെട്രോൾ മാനുവൽ ആണ്. അപ്പൊ പെട്രോൾ വാഹനം മാത്രം നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഷോറൂം ആണെന്ന് വിചാരിക്കേണ്ട. ഡീസൽ വാഹനങ്ങൾ അവൈലബിൾ ആണ്. അതെ, 2018 ഫുൾ ഓപ്ഷൻ ZE പ്ലസ് ഡീസൽ വാഹനം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. വെറും 40,000 കിലോമീറ്റർ ഓടിയ വാഹനം. ഡീസൽ വാഹനം, ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീസൽ വാഹനമാണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡീസൽ, പെട്രോൾ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം കോൺടാക്ട്. ഒരു ചെറിയ എമൗണ്ട് ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് ബാക്കി നമുക്ക് ലോൺ ചെയ്ത് 1 ഇയർ വാറന്റിയോട് കൂടി വാങ്ങാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് മൈക്ര അല്ലെ? തീർച്ചയായും. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് 2016 മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇതാണ് ഇതിന്റെ വണ്ടിന് ഹൈലൈറ്റ് ഉള്ളത്. വെറും 24,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓട്ടോമാറ്റിക് മൈക്ര അല്ലേ? അതെ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. പേപ്പേഴ്സ് ഒക്കെ ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി നിങ്ങൾ ഫുള്ള് ചെക്ക് ചെയ്ത വണ്ടി കറക്റ്റ് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 1 ഇയർ വാറന്റിയും കൊടുക്കാം. തീർച്ചയായും. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ചോദിക്കുന്ന പ്രൈസ് 4,15,000 രൂപയാണ്. പക്ഷെ നമ്മൾ ഈ മേളയിൽ നമ്മൾ 3,95,000 രൂപക്ക് ഈ വണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊണ്ടുപോകാം. അതുപോലെ തന്നെ മാക്സിമം ലോൺ സൗകര്യം കിട്ടും. എല്ലാ കാര്യങ്ങളും ഓഫേഴ്സ്, സമ്മാനങ്ങളും ഓഫേഴ്സ് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാത്തിലും പറയുന്നില്ല. താല്പര്യമെങ്കിൽ വേഗം കോൺടാക്ട് ചെയ്തോ. ഫൈസലിക്ക, വാഹനപ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം ഏതാ? സ്വിഫ്റ്റ്. നമ്മുടെ അടുത്ത് ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്, പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്. 3 സിലിണ്ടർ, 4 സിലിണ്ടർ, അതായത് എല്ലാത്തരം സ്വിഫ്റ്റുകളും നിലവിൽ അവൈലബിൾ ആണ്. നമുക്ക് എല്ലാം പറയാൻ സമയമില്ല. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? 2017 മോഡല് സ്വിഫ്റ്റ് VXi. അതെ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് വെറും 40,000 കിലോമീറ്റർ ഓടിക്കും. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ 4 സിലിണ്ടർ വണ്ടി അല്ലേ? അതെ. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് എത്രയാണ്? ആസ്കിംഗ് പ്രൈസ് വരുന്നത് 4,40,000 ആണ്. ആസ്കിംഗ് പ്രൈസ് 4,40,000 ചോദിക്കുന്ന പ്രൈസ് ആണ്. ഡിസ്കൗണ്ട് കാര്യങ്ങൾ ഉണ്ടാവും. പോരാത്തതിന് ഈ മാസം എടുക്കുകയാണെങ്കിൽ പരമാവധി നമുക്ക് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. തീർച്ചയായും. അപ്പൊ എന്തായാലും ഈ ദിവസങ്ങൾ തന്നെ വാഹനങ്ങൾ എടുക്കാൻ പരമാവധി ശ്രമിക്കുക. ഡിസംബർ മാസം എന്താണ് ഡേറ്റ്? ഡിസംബർ 25, 26, 20 ഈ 3 ദിവസമാണ് നമുക്ക് മേള ഉള്ളത്. ഒരുപാട് സ്വിഫ്റ്റ് കാറുകൾ വേറെ ഉണ്ട്. എല്ലാം കാണിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കാണിക്കാത്തത്. പരമാവധി എത്താൻ പറ്റുന്ന ഒരു ഷോറൂമിലേക്ക് വരിക. ലോങ് ഒന്ന് വീഡിയോസ് കാണുന്നവരാണെങ്കിൽ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഫാമിലി കസ്റ്റമേഴ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങൾ ഒന്നാണ് മാരുതി സെലീരിയോ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2016 മോഡൽ സെലീരിയോ VXi മോഡൽ. ഓണർഷിപ്പ് എത്ര വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ RC വരുന്ന വാഹനമാണ്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസം വരെ എടുക്കാം. പറയുന്ന കാര്യങ്ങളൊക്കെ പക്കയാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിൽ നമുക്ക് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതെ, ബമ്പർമിൽ ചെറിയ സ്ക്രാച്ചിന്റെ ഈ സൈഡ് ഉണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പെയിന്റ് അടിച്ചു കൊടുക്കും. കസ്റ്റമർ വന്ന് കണ്ടതിന് ശേഷം നമ്മൾ ഡെലിവറി കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതിനാകെ ബമ്പർ മാത്രം സ്ക്രാച്ച് ഉള്ളൂ. യൂസ്ഡ് ആകുമ്പോൾ ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും ആദ്യം നമ്മൾ മാറ്റിയിട്ട് വെക്കുന്നില്ല. കാണിച്ചു കൊടുത്തിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കണം. സ്റ്റോക്ക് അത്രത്തോളം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ചോദിക്കുന്ന പ്രൈസ് 2,69,000 രൂപ വണ്ടി സെല് ചെയ്യാം. ഒരു മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ചെറിയൊരു എമൗണ്ടിൽ ഒരു 10,000-20,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി കൊണ്ടുപോകാം. സെലീരിയോ ഇത് മാത്രമല്ല, ഒരുപാട് സെലീരിയോ അവിടെയും കിടപ്പുണ്ട്. എല്ലാം കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഓരോന്ന് കാണിക്കുന്നത്. അപ്പൊ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ധൈര്യമായിട്ട് വരാൻ പറ്റുന്ന ഷോറൂമാണ്. ഫാമിലി കസ്റ്റമേഴ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമാണ് മാരുതിയുടെ വാഗനർ. അതും ഏറ്റവും മാന്യമായ വിലയിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് അവസരം അല്ലേ? അതെ, തീർച്ചയായും. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2019 വാഗനർ ZXi ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ. 2019 വാഗനർ 1.2 ZXi ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ZXi പ്ലസ് ഇല്ല. അന്ന് പ്ലസ് ഇല്ല. അന്ന് ടോപ്പ് എൻഡ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ് ആണ് ഓണർഷിപ്പ് വരുന്നത്. കിലോമീറ്റർ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ. കമ്പനി സർവീസും കാര്യങ്ങളെല്ലാം പക്കയല്ലേ? കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അറിയേണ്ടത് ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസിന് മുന്നേ നമ്മൾ ഇതിന് ഒരു 25,000-30,000 രൂപ ആക്സറീസ് ഇതിന് കസ്റ്റമർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ചെയ്തിട്ടുണ്ട്. എടുക്കുന്ന കസ്റ്റമറിന് അതും ബോണസ് ആയിട്ട് കിട്ടും.
അതെ തീർച്ചയായും. അപ്പൊ പ്രൈസ് എത്ര വരുന്നത്? ഇത് നമ്മൾ 4,80,000 രൂപക്ക് വണ്ടി എന്ത് ചെയ്യുക, കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. 4,80,000 രൂപ ന്യൂ ഫേസിൽ വരുന്ന ബിഗ് വാഗനർ. ലോ ബജറ്റിൽ നല്ലൊരു ചെറുവാനം ആഗ്രഹിച്ച് നടക്കുന്ന ഫാമിലി കസ്റ്റമേഴ്സിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാനാണ് ഹ്യുണ്ടായിയുടെ ഇയോൺ അല്ലേ? നമ്മൾ വില പൊട്ടിച്ച് കൊടുക്കാൻ പോകുന്നത് ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ. തീർച്ചയായും. ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? 2016 മാഗ്ന നമ്മൾ 1,79,000 രൂപക്കാണ് കൊടുക്കുന്നത്. 1,79,000 രൂപ. ഒരു ബൈക്ക് പോലെ ഈ സമയത്ത് കിട്ടാത്ത അവസരത്തിൽ AC ഒക്കെ ഇട്ട് നമുക്ക് ചെത്തി നടക്കാം അല്ലെ? അതെ. ഇനി കസ്റ്റമർ ചിന്തിക്കും റീപ്ലേസ്മെന്റ് ഉണ്ടോ എന്ന് ചിന്തിക്കും, പക്ഷേ റീപ്ലേസ്മെന്റ് ഇല്ല, ആക്സിഡന്റ് ഇല്ല, കാര്യങ്ങളൊക്കെ എല്ലാം. ഇനി അറിയേണ്ടത് പേപ്പേഴ്സ് ക്ലിയർ ആണോ? പേപ്പേഴ്സ് ക്ലിയർ ആണ്, ഇൻഷുറൻസ് പുതിയതാണ്. മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഹ്യുണ്ടായിയുടെ ഗ്രാൻഡ് ഐറ്റം നിലവിൽ ഇഷ്ടം പോലെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇത് 2015 ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനമാണ്. ആസ്റ്റ എന്നുള്ള വേരിയന്റ് ആണ് വരുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ് ഓണർഷിപ്പ് വരുന്നത്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ 1 ലാഖിന്റെ അടുത്താണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. കിലോമീറ്ററും കാര്യങ്ങളും എല്ലാം തന്നെ ജെനുവിൻ കിലോമീറ്റർ ആയിരിക്കും. കമ്പനി നേരിട്ട് പർച്ചേസ് ചെയ്യുന്ന വാഹനങ്ങളാണ്. തീർച്ചയായും. അപ്പൊ എന്തായാലും അതിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ നമുക്ക് പരിപൂർണ്ണ വിശ്വാസമായി എടുക്കാനും പറ്റും. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് ചോദിക്കുന്ന പ്രൈസ് 2,70,000 രൂപ നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ 95% നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കും. ലോണും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ സെറ്റ് ചെയ്ത് സിവിലും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾ ആധാർ കാർഡും പാൻ കാർഡായിട്ട് പോകുന്ന മതി. ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തരില്ലേ? അത് 1 hour കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ലോൺ അപ്രൂവൽ ആക്കി തരും. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ലോണിലാണെങ്കിൽ അങ്ങനെ റെഡി കാഷിനാണെങ്കിൽ വാങ്ങാൻ പറ്റുന്ന ഇഷ്ടം പോലെ വാഹനങ്ങൾ നിലവിൽ അവൈലബിൾ ആണ്. സെഡാൻ സെഗ്മെന്റിൽ ഓട്ടോമാറ്റിക് വാഹനം തരുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള മാരുതി ഡിസയർ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2017 ഡിസയർ VX ഓട്ടോമാറ്റിക് വാഹനം. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ 83 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഒന്നില്ല. അതുകൊണ്ട് നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റുമോ? 1 വർഷം നമുക്ക് വാറന്റി കൊടുക്കാം. 1 വർഷം വാറന്റി ഉള്ള ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാതെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. ഇതിന് നിങ്ങൾ ചോദിച്ചിരുന്ന പ്രൈസ് എത്രയാണ്? ആദ്യം 5,20,000 രൂപ നമ്മൾ ചോദിച്ചു. നമ്മൾ ഈ മേളയില് 4,90,000 രൂപയ്ക്ക് വണ്ടി സെല് ചെയ്യാൻ പോകും. മാക്സിമം 30,000 രൂപ വരെ കൊണ്ട് പറ്റാവുന്നതിനെ പരമാവധി കുറച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഓഫേഴ്സ് കാരണം വേറെ ഉണ്ട്. പരമാവധി ഈ ദിവസങ്ങളിൽ തന്നെ വാഹനങ്ങൾ എടുക്കാൻ നോക്കുക. ഏറ്റവും ലോ ബജറ്റിൽ ഏറ്റവും നല്ല ക്വാളിറ്റി വാഹനം നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള 2 ഓൾട്ടോ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അതെ, സാധാരണക്കാരന്റെ സ്വപ്നം പൂവണിച്ചിട്ടുള്ള വാഹനങ്ങളാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. 2009 അൾട്ടോ LXi. അതെ, പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. പേപ്പേഴ്സ് ഒക്കെ പുതിയ റിന്യൂവൽ എടുത്ത വാഹനം. നിലവിൽ വേറെ കംപ്ലൈന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. റണ്ണിങ് കണ്ടീഷൻ വാഹനമല്ലേ? അതെ. ഇത് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമ്മൾ 79,000 രൂപ കൊടുക്കും. വെറും 79,000 രൂപ. വണ്ടിയെ ഓടിച്ചു പഠിക്കാനും അതുപോലെ തന്നെ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ പറ്റുന്ന കണ്ടീഷൻ വാഹനമാണ്. നമുക്ക് എടുത്തിട്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കൊടുക്കുമ്പോൾ വില കിട്ടും. തീർച്ചയായും റിന്യൂവൽ എടുത്ത വാഹനമാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. നമ്മൾ എടുത്തു നോക്കണം. കാരണം ഇപ്പൊ പേപ്പർ വർക്കിനാണ് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. 2009 മോഡൽ LXi. അതെ. ഇതിന്റെ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 79,000 രൂപ കൊടുക്കാം. ഇത് 79,000 രൂപ. രണ്ടിനും ഒരേ പ്രൈസ്, ഒരേ വില. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം കോൺടാക്ട് ചെയ്തോ. ഇതുപോലുള്ള ഒരുപാട് ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ നിലവിൽ ഇപ്പൊ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഇപ്പൊ ബ്രോക്കർമാരൊക്കെ നമ്മൾ ഇതുപോലത്തെ വാഹനങ്ങൾ നോക്കുന്നുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ബൾക്കായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ്. മാരുതിയിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ള വാഹനങ്ങൾ ഒന്നാണ് മാരുതി റിറ്റ്സ്. നല്ലൊരു പീസ് ഇപ്പൊ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഡീറ്റെയിൽസ് വരുന്നത് ഇതിപ്പോ വന്നിട്ടുള്ളൂ. 2012 റിറ്റ്സ് ഡീസൽ VDI ആണ് ഓപ്ഷൻ വരുന്നത്. ഡീസൽ വാഹനം കൂടിയാണ് എടുത്ത് പറയേണ്ട കാര്യമാണ്. കാരണം ഒരുപാട് ആളുകളെ എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 94 കിലോമീറ്റർ ഓടിച്ചുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ഹിസ്റ്ററികളൊക്കെ വെക്കാം. അപ്പൊ ഇതിന് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. നിലവിൽ റണ്ണിങ് കണ്ടീഷൻ വാഹനം, പേപ്പേഴ്സ് ക്ലിയർ ആണല്ലേ? അതെ. ആസ്ക് ചെയ്യുന്ന പ്രൈസ് എത്രയാണ്? ആസ്കിംഗ് പ്രൈസ് നമ്മൾ 2 lakhs ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 2 ലക്ഷം രൂപക്ക് മാരുതി റിറ്റ്സ് ഡീസൽ വാഹനം താല്പര്യമെങ്കിൽ വേഗം കോൺടാക്ട് ചെയ്തു. ആഗ്രഹ പൈസ നിലവിൽ സ്റ്റോക്ക് ഉള്ളൂ. സേഫ്റ്റിയുടെ കാര്യത്തിലും ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലും ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് ടാറ്റയുടെ പഞ്ച്. ഈ വർഷം ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ വാഹനങ്ങൾ ഒന്നുകൂടിയാണ് ടാറ്റയുടെ പഞ്ചിലെ. നമ്മുടെ നല്ല ഹൈ ക്വാളിറ്റി വാഹനം വന്നിട്ടുണ്ട്. ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2022 മോഡൽ ഫുൾ ഓപ്ഷൻ വാഹനമാണ് വരുന്നത്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയാൻ വെറും 7,000 കിലോമീറ്റർ ഓടിച്ചുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ആർക്ക് വേണം ഈ വണ്ടി ചെക്ക് ചെയ്യാം. പുതിയ വാഹനങ്ങൾ എടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് അനുയോജ്യമായിട്ടുള്ള ലോ കിലോമീറ്റർ ഓടിയ വാഹനം. ഓണർഷിപ്പ് മാത്രമേ ചേഞ്ച് ആവുള്ളൂ. അതിൽ നമുക്ക് പ്രൈസിൽ വ്യത്യാസം ഉണ്ടാവില്ല. തീർച്ചയായും പ്രൈസ് ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഷോറൂം കണ്ടീഷൻ വാഹനം. പ്രൈസ് മറ്റുള്ള ഡീറ്റെയിൽസ് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. സാധാരണക്കാരന് വേണ്ടി മാത്രം ടാറ്റ കമ്പനി മുൻകൈ എടുത്ത് ഇറക്കിയിട്ടുള്ള വണ്ടിയാണല്ലേ ടാറ്റ നാനോ. അപ്പൊ അവർക്ക് പറ്റിയ നല്ല ഹൈ ക്വാളിറ്റി വാഹനം. ഇത് 2016 ഓട്ടോമാറ്റിക് വാഹനമാണ് വരുന്നത്. കിലോമീറ്റർ വെറും 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടില്ലേ? മൈലേജ് ആണ് ആകെ ഉള്ളത്. ഏറ്റവും കൂടുതൽ ഓട്ടം കാര്യങ്ങളൊക്കെ ആളുകൾ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. പേപ്പേഴ്സ് ഒക്കെ ക്ലിയർ ആണ്. ഒരു 2 lakhs ബിലോ ഉള്ള ഒരു ഓട്ടോമാറ്റിക് വാഹനം ആണെങ്കിൽ നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന വാഹനങ്ങൾ ഒന്നാണ് മാരുതി സ്വിഫ്റ്റ് ഡിസയർ ഡീസൽ. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. അതെ, ഇത് വണ്ടി ഇപ്പൊ സോൾഡ് അയക്കുന്ന വണ്ടി ഇപ്പൊ സോൾഡ് ആയിട്ടുള്ളൂ. കസ്റ്റമർ ഇപ്പൊ ഓൺലൈൻ പേയ്മെന്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഡീസൽ നോക്കുന്ന ഏതെങ്കിലും കസ്റ്റമർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2012 ഡീസൽ VDI നമ്മുടെ അടുത്തുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വാഹനം. ചോദിക്കുന്ന പ്രൈസ്
2,75,000 രൂപ. 2,75,000 രൂപക്ക് ഡീസൽ സ്വിഫ്റ്റ് ഡിസയർ. ഇതല്ല, ഇതിന്റെ അതേ ക്വാളിറ്റി ഉള്ള, ഇതിപ്പോ സെയിൽ ആയിട്ടുണ്ട്, ഇതിന്റെ അതേ ക്വാളിറ്റി ഉള്ള വാഹനം നമ്മുടെ അടുത്ത് വേറെ സ്റ്റോക്ക്. ഇത് മാത്രമല്ല, ഒരുപാട് വാഹനങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാം കാണിച്ചു തരാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഇവരെ സമീപിക്കാവുന്നതാണ്. മാരുതി ട്രൂവോയിൽ നടത്തുന്ന മേള ആയതുകൊണ്ട് മാരുതി വാഹനങ്ങൾ മാത്രമല്ല, മാരുതിന് അല്ലാത്ത വാഹനങ്ങളും നമ്മളിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നിസാന്റെ വണ്ടി അടപ്പുണ്ട്, ടാറ്റയുടെ വണ്ടിയുണ്ട്, ഹുണ്ടായുടെ വണ്ടിയുണ്ട്. എല്ലാത്തരം ബ്രാൻഡുകളുടെ വാഹനങ്ങൾ നിലവിൽ അവൈലബിൾ ആണ്. അതിന് നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റും. തീർച്ചയായും എല്ലാ വാഹനങ്ങൾക്കും വാറന്റി കൊടുക്കും. ഇതിന് 1 വർഷം വാറന്റി ഉണ്ടാവില്ലേ? തീർച്ചയായും 1 വർഷം വാറന്റി കൊടുക്കാം. 1 വർഷം വാറന്റി കൊടുക്കാം. അപ്പൊ ഇതുപോലുള്ള ഏത് തരം വാഹനങ്ങൾക്ക് ഇവരെ സമീപിക്കാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാക്സിമം ഈ ഒരു ദിവസങ്ങളിൽ തന്നെ വാഹനങ്ങൾ വന്ന് പർച്ചേസ് ചെയ്യുക, ബുക്ക് ചെയ്യുക.